ആരോ പറഞ്ഞില്ല, മെനഞ്ഞെടുക്കാന്ന് പറയാം, രൂപപ്പെടുത്തിയെടുക്കാന്ന്, മെനഞ്ഞെടുക്കുക. മെനഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് രൂപപ്പെടുത്തുന്നതിനാണ് മെനയാന്ന്. ഉണ്ടാക്കുന്നതും മെനയുന്നതും നമ്മൾ വ്യത്യാസം. ശ്രദ്ധിച്ചേ, ഈ മൈക്രോഫോൺ ഉണ്ടാക്കിയതാണോ ഇത് മെനഞ്ഞതാണോ? ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം, ഇതേ കമ്പനിയുടെ 10 മൈക്രോഫോൺ എടുത്ത് നിരത്തി വെക്കണം, ഒരുപോലെ. അതേ സമയത്ത് അമ്മമാര് ശർക്കരയും തേങ്ങയൊക്കെ കുഴച്ച് ചൂടുവെള്ളത്തിൽ അരിപ്പൊടി കുഴച്ച് കൈകൊണ്ട് ഉരുട്ടി കൊഴുക്കൊട്ട ഉണ്ടാക്കും. കൊഴുക്കൊട്ട ഇനി ഉണ്ടാക്കുമ്പോൾ ഒരു 10 എടുത്ത് നിരത്തി വെക്കണം. 10 എങ്ങനെ വെച്ചാൽ 10 ഷേപ്പായി. ചോദിക്കട്ടെ, അച്ചായനെ പോലെ ഒരാളെ ഇതിനും അച്ചായൻ കണ്ടിട്ടുണ്ടോ? സംശയമുണ്ടോ? കണ്ടിട്ടില്ല. ആന്റിയെ പോലെ ഒരാളെ ആന്റി മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ കാരണം? മെനഞ്ഞെടുത്തു. ഇതിന് പറയുന്നവരാണ് അനന്യത എന്ന് പറയും. അനന്യനാണ്. സുനിലിനെ പോലെ ഒരാൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനിയൊട്ട് ഉണ്ടാകത്തില്ല. ഭൂമിയിൽ എന്തോരം മനുഷ്യരുണ്ടെന്ന് അറിയാവോ? എത്ര കോടി മനുഷ്യരുണ്ട് അറിയാവോ? ഇല്ല, 800 കോടി മനുഷ്യരുണ്ടെന്ന് പറയുന്നത്. 800 കോടി. ശ്രദ്ധിക്കണം, 800 കോടി മനുഷ്യർ. 800 കോടിയെ നിർത്തിയാൽ അവരുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തരാണ്. ഓർത്ത് നോക്കി, എന്നെ വേറെ. അതുകൊണ്ടാണ് വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ അവർ പറയും ക്യാമറയിലേക്ക് നോക്കാൻ, ഐ ടെസ്റ്റ്, വിരലടയാളം, വിരലടയാളം. എന്നെ പോലെ വേറൊരാളില്ല. കാരണം എന്താണ്? ദൈവം മെനഞ്ഞെടുത്തു. അപ്പൊ ദൈവം മെനഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ദൈവം ആരാണ് സഹോദര? ദൈവത്തെ എന്തെന്ന് വിളിക്കണം? സൃഷ്ടാവ്. ഞാൻ ഈ ധ്യാനം കഴിഞ്ഞ് വീട്ടിലേക്ക് ഇല്ല, അപ്പനെ വിളിക്കാണ് സൃഷ്ടാവ്. അപ്പം വിളിക്കുക സൃഷ്ടി. എന്റെ അമ്മ ഓർക്കും, ഇവനെ ചെങ്ങന്നൂരിന് പോയപ്പോ ഒരു കുഴപ്പവും. നമ്മൾ വിവാഹം കഴിച്ചാണോ? പോവാ. മൂത്ത മകൻ വിളിക്കുക സൃഷ്ടാവെന്ന് വിളിച്ചാൽ സന്തോഷമാകുമോ? അല്ല. പക്ഷെ അങ്ങനെ വിളിച്ചാൽ സന്തോഷമാകുമോ? ആകത്തില്ല. കറക്റ്റ്. ശരിക്കും യേശു ദൈവത്തെ വിളിച്ച വാക്ക് എന്നതാ? ആബ. പിതാവെന്ന് അബ്ബ എന്നാണ് വിളിച്ചത്. എന്താണ് അബ്ബ എന്ന് പറഞ്ഞാൽ? അറിയാവോ? ഇല്ല. അബ്ബ എന്ന് പറഞ്ഞാൽ അപ്പാന്നാണ്. അപ്പൊ ദൈവം ആരാണ്? ദൈവം അപ്പനാണ്. ഇവിടെ വലിച്ചെങ്കിൽ ഇവിടെ തിരിച്ചറിവുണ്ട്. ദൈവം അപ്പനാണ്. ഞാൻ ചോദിക്കട്ടെ, മറ്റു മതങ്ങളുണ്ടല്ലോ, ഹിന്ദു മതമുണ്ട്, മുസ്ലിം മതമുണ്ട്, പല മതങ്ങളുണ്ട്. അവരും നമ്മളുടെ വ്യത്യാസമുണ്ട്. തെറ്റേ അവരും നമ്മളുടെ വ്യത്യാസമുണ്ട്. നമ്മുടെ ജീവനുണ്ട്, നമ്മുടെ ദൈവത്തിന് ജീവനുണ്ട്, അവരുടെ ദൈവത്തിന് അല്ല. ഞാൻ തമാശയായിട്ട് ചോദിച്ചല്ല. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുക, അപ്പാ അവരുടെ ദൈവവും നമ്മുടെ ദൈവവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എന്ത് പറയും? എന്താ വ്യത്യാസം? പല വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ, അവർക്ക് ഒത്തിരി ദൈവമുണ്ട്. ശരിക്കും അവരും തമ്മിൽ വല്ല വ്യത്യാസം ഉണ്ടോ അച്ചായ? ഇപ്പൊ ഉണ്ടോ? ഇല്ല. ഉണ്ടോ? അവരും തമ്മിൽ എന്താ ഇപ്പം വല്ല വ്യത്യാസം ഉണ്ടോ? ഇല്ല. അവര് കുളിച്ചിട്ട് അമ്പലത്തിൽ പോകും, നമ്മൾ കുളിക്കാതെ പള്ളി പോകും. കറക്റ്റ്. അവര് പൂജ കഴിഞ്ഞ് ഇറങ്ങുമ്പം എന്ത് മേടിക്കും? പ്രസാദം. നമ്മൾ ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് എന്ത് മേടിക്കും? കുർബാന കഴിഞ്ഞ് പോകുമ്പോ അബീബ്, പോത്തിറച്ചി എന്ന് പറ. പ്രിയപ്പെട്ട, ഈയിടെ എന്നോട് ഒരാൾ ഒരു കൊച്ചി ചോദിച്ചാണ്, എന്താണ് അവരും നമ്മളുടെ വ്യത്യാസം അറിയാമോ? ഇല്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനം വായിച്ചു. യോഹന്നാൻ 1:11. കിട്ടിയോ? യോഹന്നാൻ 1:11. അവൻ സ്വന്തം ജനത്തിന്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. ഉണ്ടോ? അപ്പൊ മറ്റു മതസ്ഥരും നമ്മളുടെ വ്യത്യാസം എന്താണെന്നറിയോ?
ആ കറക്റ്റാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, അവരുടെ ദൈവത്തിൽ എത്ര വിശ്വസിച്ചാലും ഒരു മക്കളാകില്ല. അവര് ഭക്തരുണ്ട്. അതേ സമയത്ത് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഏതൊരാൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നോ ആ നിമിഷം സ്വർഗത്തിലെ ദൈവം അവൻ എന്ത് കഴിവ് കൊടുക്കും? ആ ദൈവം മക്കളാകാനുള്ള കഴിവ് കൊടുക്കും. കണ്ടോ, അപ്പൻ മകൻ ഇത് തിരിച്ചറിയണം. ഇത് നമുക്കറിയില്ല. അവരും നമ്മൾ വ്യത്യാസം അതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ദേവാലയം കൊണ്ട് വലുതാണ്, അവരുടെ ആരാധന നിങ്ങൾ ചെറുതാണ്. കാരണം അവിടെ വരുന്ന ഭക്തരാണ്, മക്കളല്ല ഭക്തരാണ്. അപ്പൊ അവരും നമ്മളുടെ വ്യത്യാസം എന്താ? നമ്മളും മക്കളാണ്. പക്ഷെ ശ്രദ്ധിക്കണം, എന്താ വചനം പറയുന്നത്? അവൻ സ്വന്തം ജനത്തിന്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. ഒന്ന്, തന്നെ സ്വീകരിക്കണം. രണ്ട്, അവനിൽ വിശ്വസിക്കണം. രണ്ട് കാര്യമാണ്. ഒന്ന്, ബോധപൂർവ്വം യേശുവിനെ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം, പള്ളിയിൽ പോകുന്ന എല്ലാവരും മക്കളല്ല. ബോധപൂർവം നീ യേശുവിനെ സ്വീകരിക്കണം. നാളെ ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയും. രണ്ട്, അവനിൽ വിശ്വസിക്കണം. സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ആരായിട്ട് മാറും നമ്മള്? നമ്മൾ ദൈവം മക്കളായിട്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മത്തായിയുടെ സുവിശേഷം 10:16 വായിച്ചു. മത്തായിയുടെ സുവിശേഷം 10:16. മത്തായിയുടെ സുവിശേഷം 10:16. നിങ്ങളെ അയക്കുന്നു. വായിച്ചു. നിഷ്കളങ്കരുമായിരിക്കും. അടുത്ത വചനം വായിക്കും. ആരെ സൂക്ഷിക്കണം? മനുഷ്യരെ സൂക്ഷിക്കണം. അപ്പം നമ്മളാരാണ് സഹോദര? നമ്മൾ മനുഷ്യരല്ല. നമ്മളാരാണ്? ഉറക്കെ പറ. നമ്മൾ ദൈവ മക്കളാണ്. അപ്പൊ നമ്മൾ ആരല്ല? നമ്മളിനി മനുഷ്യരെ പോലെ ജീവിക്കരുത്. പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം, നമ്മൾ ദൈവ മക്കളാണ്. അപ്പാ എന്ന് വിളിക്കാൻ. മക്കളെങ്കിലോ നമ്മൾ അവകാശികളാണ്. ഇത് ശരിക്കും ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാകേണ്ട വിശ്വാസത്തിന്റെ ബേസ് അതാണ്. ഞാൻ മകനാണ്, ഞാൻ മനുഷ്യനല്ല. പക്ഷെ ഇപ്പൊ പ്രശ്നം എന്നറിയോ? നമ്മളിപ്പോഴും ആരെപ്പോലെ ജീവിക്കുന്നത്? മനുഷ്യനെ പോലെ ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക, അമ്മയുടെ ഉദരത്തിൽ അവൻ മെനഞ്ഞെടുത്തു. ഇതിന് പറയുന്നവരാണ് അനന്യത. സുനിലിനെ പോലെ ഒരാൾ ഇതിനും ഉണ്ടായിട്ടില്ല, ഇനിയൊട്ടും ഉണ്ടാകത്തില്ല. അപ്പോഴെന്താ പറ്റുന്നറിയോ? സുനിലിന് തന്നിരിക്കുന്ന ഒന്നും ദൈവം മറ്റാൾക്കും കൊടുത്തിട്ടില്ല. അപ്പൊ സുനിൽ ആരാകണം? സുനിലാകണം. ഞാൻ അടുത്തിരിക്കുന്ന ആളെ നോക്കി താരതമ്യം ചെയ്യരുത്. ഇന്നത്തെ പ്രശ്നം എന്നറിയോ സഹോദര? നമ്മൾ എന്നാ ചെയ്യും? അടുത്തിരിക്കുന്ന ആളെ നോക്കുമ്പോ അവനുണ്ട്, എനിക്കില്ല. കറക്റ്റ്. പള്ളി വരുമ്പോ അടുത്ത് നിൽക്കുന്നവളെ നോക്കും. അപ്പൊ അവള് ഇവിടെ തുടങ്ങി ഇവിടം വരെ വളാം. ഇങ്ങനെ ഹാലലിയ പറയും. അപ്പോഴാണ് വീട്ടിൽ ചെന്നിട്ട് പറയും, ഇതുവരെ എനിക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നമ്മളെല്ലാം ഇങ്ങനെ താരതമ്യം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? അവനെ പോലെ ആകാൻ. ഈയുടെ ഒരു അമ്മ പറയുകയാണ്, അവരെ കൂടെ പഠിച്ച എല്ലാവരും ജർമ്മനിക്ക് പോയി, എന്റെ കൊച്ചു മാത്രം പോകാൻ പറ്റിയിട്ടില്ല. കേട്ടോ, കൂടെ പഠിച്ചവർ. ഇനി ചിലവർ ഇങ്ങനെയാ, കൂടെ പഠിച്ചവരുടെ എല്ലാം കല്യാണം നടന്നു. കൊടുത്തേ ഇതുവരെ എന്റെ കൊച്ചിന്റെ വിവാഹമായിട്ടില്ല. കൂടെ പഠിച്ചവരുടെ എല്ലാം കല്യാണം നടന്നു. കൂടെ പഠിച്ചവര് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇന്നത്തെ ഇതെന്താണെന്ന്, ഇത് ലോകത്തിലെ മനുഷ്യൻ ചെയ്യുന്ന പരിപാടിയുണ്ട്. നമ്മളിങ്ങനെ താരതമ്യം ചെയ്യാൻ പാടില്ല. മക്കളെ താരതമ്യം ചെയ്തേക്കരുത്. സുനിലാണ്. സുനിലിനെ പോലെ വേറെ ആളില്ല. ഇതിന് പറയുന്നതാണ് അനന്യത. അപ്പോഴാണ് ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങുന്നത്.